എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റോസ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറയണത്. വേനൽക്കാലമായി, നല്ല വേനൽക്കാലമായി. ഈ നല്ല വേനൽക്കാലത്ത് പറ്റിയ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് ഇനിയുള്ള എപ്പിസോഡുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിലൊന്നാണ് ഈ ഒരു റോസച്ചെടി. ഒരു മാസത്തോളമായിട്ടുണ്ട് ഇത് ഇതുപോലെ, അല്ലെങ്കിൽ ഇതിനും കൂടുതൽ പൂക്കളായിട്ട് നിൽക്കുന്നു. ഞാൻ മടി പിടിച്ചിരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇതുവരെ ഇടാഞ്ഞത്. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കാണിക്കാമെന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അതുപോലെ നമുക്ക് റോസ ചെടി എങ്ങനെ ബുഷിയായിട്ട് വലുതാക്കുക എന്നുള്ളതൊക്കെയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, റോസ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല വെയിൽ ആവശ്യമാണ്. ഈ ഒരു വേനൽക്കാലത്തിന് മുൻപും നമ്മളുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്ര അധികം പൂക്കൾ ഉണ്ടാവാറില്ല. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത്, നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ ചെടിയെ വെക്കുക എന്നുള്ളത്. ഉച്ചശേഷം വൈകിട്ട് വരെയുള്ള വെയിൽ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളുടെ ഈ ഒരു ചെടി ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. നല്ല വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ മണ്ണ് ഡ്രൈ ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ നമ്മൾ നനച്ചു കൊടുക്കുന്ന ചെടികളുടെ ഇടയിൽ നമുക്ക് റോസ ചെടീനെ ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. ഡെയിലി നനച്ചു കൊടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൂക്കൾ ഉണ്ടാവാൻ ചെടി നല്ല വളർന്ന് നിൽക്കുന്ന ഒരു ചെടിയായിരിക്കണം. നിറയെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണം. ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് പൂക്കളുടെ എണ്ണം കൂടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളിൽ കൊഴിഞ്ഞു പോയ കൊമ്പും അതിനുശേഷം 2 ഇലകളും ചേർത്ത് വെട്ടിക്കളയുക, പ്രൂൺ ചെയ്ത് കളയുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സൈഡിൽ നിന്ന് ബ്രാഞ്ചുകൾ വരാനും ചെടിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും അത് സഹായിക്കും. പ്രൂണിങ് മസ്റ്റാണ്. റോസ് ചെടിയിൽ പൂക്കൾ കൂടുതൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ പൂക്കൾ ഉണ്ടായ ശേഷം ആ ചെടീനെ പ്രൂൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി വളപ്രയോഗം എന്ന് പറയുന്നത്, ഞാൻ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന വളങ്ങളായിട്ടുള്ള എന്താ പറയുക, ഉള്ളിയുടെ തോലും അത് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ 2 പിടി ചാണകപ്പൊടി മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു 3 കാര്യങ്ങളാണ് ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെടി നല്ല ഹെൽത്തി ആയിരിക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ അങ്ങനെ തന്നെ വെച്ചിട്ട് അധികം വലുതാവാതെ, ചെടിയിൽ അധികം പൂക്കളൊന്നും ഇല്ലാണ്ട് അത് അങ്ങനെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചട്ടിയിൽ നിന്ന് നമ്മൾ അതിനെ റീപ്ലാന്റ് ചെയ്യുക. റീപ്ലാന്റ് ചെയ്യുമ്പോൾ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ്ചർ സെലക്ട് ചെയ്യുക. അധികം എന്താ പറയുക, വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെയുള്ള ഒരു പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ റോസ ചെടിക്ക് സെലക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ചെടീനെ റീപോർട്ട് ചെയ്യേണ്ടത് ആദ്യം ആവശ്യമാണ്. റീപോർട്ട് ചെയ്ത ചെടിയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് അതിലുണ്ടായിരുന്ന പൂ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ചെടി പിടിക്കണം, എന്നിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ നിന്നും ബ്രാഞ്ചൊക്കെ വന്ന് ചെടി ഒന്ന് ബുഷായിട്ട് വരും. ഇനി നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പഴത്തിൻ്റെ തോലില്ലേ, പഴത്തിൻ്റെ തോല് ഒരു 2-3 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ആ ഒരു വെള്ളം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് പൂക്കൾ ഉണ്ടാവാനായിട്ട്, ത്വരിതപ്പെടുത്താനായിട്ട്, പൂക്കളുടെ എണ്ണം കൂട്ടാനായിട്ട് അത് സഹായിക്കാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം. ഇതൊക്കെയാണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്യുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള NPK അതല്ലെങ്കിൽ യൂറിയ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഈ ഒരു ചെടിക്ക് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതല്ലാതെ തന്നെ നമ്മളുടെ ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നത് വെള്ളീച്ചയുടെ ശല്യം. അസുഖങ്ങളൊന്നും ഞാൻ മെയിനായിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് എന്താ പറയുക, അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇടയ്ക്ക് നമ്മൾ ഈ ചെടിയുടെ ഇലകളുടെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. വല്ല കീടങ്ങളുടെയൊക്കെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തട്ടിക്കളയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പൊക്കോളും. അതല്ല ഒരുപാട് രീതിയിൽ സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ നിയന്ത്രിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് റോസ ചെടിയിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഈ ചായലയുടെ കൊറ്റനിൽ, ചായ തിളപ്പിച്ചിട്ടുള്ള ചായലയുടെ കൊറ്റൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് എനിക്ക് റോസ ചെടിയിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.